Question. The sum of two numbers is 60 and their HCF and LCM are 12 and 72 respectively. The sum of the reciprocal of the two numbers is option A 5 by 12, option B 1 by 5, option C 5 by 6 and option D 5 by 12. ക്വസ്റ്റ്യൻ ഇതാണ്. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 60. രണ്ട് നമ്പറുകളുടെ തുക എന്ന് പറയുന്നത് 60 ആൻഡ് ദെയർ HCF ആൻഡ് LCM ആർ 12 ആൻഡ് 72 റെസ്പെക്റ്റീവ്ലി. അവയുടെ HCF 12 LCM 72. ദ സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ്. അങ്ങനെയെങ്കിൽ ആ രണ്ട് നമ്പറുകളുടെ റെസിപ്രോക്കലുകളുടെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് നമ്പറുകളുടെ തുക 60, അവയുടെ ഉസാഗ അതായത് HCF എന്ന് പറയുന്നത് 12, ലസാഗു അതായത് LCM എന്ന് പറയുന്നത് 72. അങ്ങനെയെങ്കിൽ ഈ നമ്പറുകളുടെ റെസിപ്രോക്കലുകളുടെ തുകയാണ് കണ്ടുപിടിക്കാനുള്ളത്. റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. രണ്ട് നമ്പറുകളുടെ തുക 60 തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ രണ്ട് നമ്പറുകൾ എയും ബിയുമായാൽ അവയുടെ തുക എത്രയാണ്? തുക 60 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. റൈറ്റ്. അടുത്താണ് പറയുന്നത് their HCF and LCM are 12 and 72 respectively. അവയുടെ HCF എത്രയാണ്? HCF എന്ന് പറയുന്നത് 12. അടുത്ത് LCM എന്ന് പറയുന്നത് 72. അപ്പോൾ ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? 1/a പ്ലസ് 1/b ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്? ക്രോസ് ചെയ്യാം അല്ലേ. ഇവിടെ ചെയ്യുമ്പോൾ ബി പ്ലസ് എ, അതായത് 1 ഇൻറ്റു ബി ബി ആയിരിക്കും, 1 ഇൻറ്റു എ ആയിരിക്കും. ബി പ്ലസ് എ വരും മുകളിൽ, അതായത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ താഴെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തത് എ ഇൻറ്റു ബി. ഇതാണ് ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എ പ്ലസ് ബി നമുക്കറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 60 എന്ന്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ഇൻറ്റു ബി ആണ്. നമുക്കൊരു റൂൾ അറിയാം. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ HCFൻ്റെയും ആ നമ്പറുകളുടെ HCFൻ്റെയും LCMൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് അവയുടെ HCFൻ്റെയും LCMൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 12 ഇൻറ്റു 72 നമുക്ക് എഴുതാം. റൈറ്റ്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബിയും അറിയാം, എ ഇൻറ്റു ബിയും അറിയാം. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ എന്താണ് നമുക്ക് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ ഇൻറ്റു ബി ആണ് കണ്ടുപിടിക്കാനുള്ളത്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 60, എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 12 ഇൻറ്റു 72. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 60-ൽ 12 5 പ്രാവശ്യം, 72-ൽ നോക്കുമ്പോൾ 6 പ്രാവശ്യം. 12 ഇൻറ്റു 6 എത്രയാണ്? 12 ഇൻറ്റു 6 എന്ന് പറയുന്നത് 72, മുകളിൽ 5. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 5/72 ഉണ്ടോ നോക്കുക. ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 5/72 ആണ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5:7. One number exceeds the other by 10. The smaller number is x and bigger number is y.
find x and y. Option A 15, 25. Option B 20, 30. Option C 25, 35. Option D 10, 20. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5:7. രണ്ട് നമ്പറുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 5:7 ആണ്. വൺ നമ്പർ എക്സീഡ്സ് ദ അതർ ബൈ 10. ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാളും 10 കൂടുതലാണ്. ഇഫ് ദ സ്മാളർ നമ്പർ ഈസ് എക്സ് ആൻഡ് ബിഗർ നമ്പർ ഈസ് വൈ, ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ചെറിയ നമ്പർ എക്സും വലിയ നമ്പർ ഒയുമാണെങ്കിൽ എക്സിൻ്റെയും ഒയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. രണ്ട് നമ്പറുകളുണ്ട്, അവയുടെ അംശബന്ധം 5:7 ആണ്. ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാളും 10 കൂടുതലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ നമ്പറുകളൊന്ന് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2-3 മെത്തേഡിൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മളിവിടെ നോക്കുക. അംശബന്ധം നടന്നിട്ടുള്ളത് 5:7. അടുത്ത് വന്നിട്ടുള്ളത് രണ്ട് നമ്പരും തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അത് ഒരു നമ്പർ 10 ആയാൽ അടുത്ത നമ്പർ 20 ആയിരിക്കും. അപ്പോൾ 10 ആയിരിക്കും ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ രണ്ട് അംശബന്ധം നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. റൈറ്റ്? ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ ഡിഫറൻസ് ആണ്, അതായത് 10 ആണ്. 2 10 ആയാൽ 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലേ? 2 10 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. റൈറ്റ്? 1 5 എങ്കിൽ അപ്പോൾ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാമല്ലോ. ഈ ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും? ഈ 5 × 5, അതായത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 25, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 × 5 35 ആയിരിക്കും. വളരെ സിമ്പിളായിട്ട്, വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. റൈറ്റ്? ഇത് ഒരു മെത്തേഡ്, അതായത് അംശബന്ധ ഡിഫറൻസ് നോക്കുക. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാളും 10 കൂടുതലാണ്, അതായത് അവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്കിവിടെ റേഷ്യോ നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് എന്തിന് ഈക്വലാണ്? 10-ന് ഈക്വലാണ്. അപ്പോൾ ഒരു ഡിഫറൻസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഇവിടെ 5:7 ആണ് നമ്മുടെ അംശബന്ധം. അപ്പോൾ ഓരോന്നിനെ ഗുണിച്ചാൽ മതി. 5 × 5 25 കിട്ടി, 7 × 5 35 കിട്ടി. നമ്പറുകൾ 25ഉം 35ഉം. ഓക്കെ. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് എന്താണ്? തന്നിട്ടുള്ള അംശം എന്ന് പറയുന്നത് 5ഉം 7ഉമാണ്. റൈറ്റ്? അതായത് ആദ്യത്തെ നമ്പർ, ഇപ്പോൾ നമ്മളൊരു കോമൺ നമ്പറുണ്ട്. അംശം എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഒരു കോമൺ നമ്പർ കൊണ്ട് ഈ അംശബന്ധത്തിൻ്റെ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആക്ച്വൽ നമ്പേഴ്സ് കിട്ടും. റൈറ്റ്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കത് എക്സ് എന്ന് കൊടുക്കാം, ആ കോമൺ നമ്പർ. അപ്പോൾ വരുന്നത് 5x-ഉം 7x-ഉം ആണ് നമ്പർ. റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് വാല്യൂ, ചെറിയ വാല്യൂ 5x-ഉം വലിയ വാല്യൂ 7x-ഉം ആണ്. അടുത്തെന്താണ് പറയുന്നത്? അവയുടെ ഡിഫറൻസ് 10 ആണ്. അതായത് 7x - 5x എന്ന് പറയുന്നത് 10 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം 7x-ൽ നിന്ന് 5x പോയാൽ 2x എന്ന് പറയുന്നത് 10. അപ്പോൾ x എന്ന് പറയുന്നത് 10/2, അതായത് 5 ആണ്. അപ്പോൾ x 5 ആയാൽ ആദ്യ നമ്പർ എത്രയാണ്? x 5 ആയാൽ 5x എന്ന് പറഞ്ഞാൽ 5 × 5 25 ആകും. 7 × 5 35 ആകും. റൈറ്റ്? അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം.